ആനന്ദ് ശ്രീബാല എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി സംഗീത, സൈജു കുറുപ്പ്, അപർണദാസ്, മാളവിക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രൊമോഷൻ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് എനർജി കുറയോ? ഇല്ല, നമ്മുടെ തുടക്കമാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അടിപൊളി, അങ്ങനെ തന്നെ മുന്നോട്ട് വരട്ടെ. സൈജു, ഭരതനാട്യം കയറി വരുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലേ? തീർച്ചയായും. സങ്കടം മാറി എന്നാണ് അതിന്റെ അർത്ഥം. അത് ഇരട്ടി മധുരമാണ്. വെച്ചാൽ ആ സങ്കടത്തിൽ നിന്ന് വന്നതിന്റെ അവിടുന്ന് കയറിയതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ തന്നെയല്ലേ. ആട് ഫസ്റ്റിൽ വീണു, എന്നിട്ട് കയറി വന്നപ്പോ ഞാൻ അത്ര സന്തോഷിച്ചില്ല, പക്ഷെ എനിക്ക് ആട് ഫസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സെക്കൻഡ് കയറുമ്പോ ഞാൻ വിചാരിച്ചു അയ്യോ ഫസ്റ്റ് കയറിയാ മതിയായിരുന്നു എന്ന് തോന്നില്ലേ. പക്ഷെ ഇത് തിയേറ്ററിൽ വീണിട്ട് കയറുമ്പോൾ അതൊരു വേറൊരു ഒരു സാധ്യതയും കൂടെ അല്ലേ, ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും കൂടെ പറയുക. സാധ്യത ഉണ്ട്. ഇപ്പൊ നമുക്ക് റീമേക്കിന്റെ രണ്ട് ലാംഗ്വേജിൽ നിന്ന്, ഏത് ലാംഗ്വേജ് ഞാൻ പറയുന്നില്ല, രണ്ട് ലാംഗ്വേജിൽ നിന്ന് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും മെസ്സേജസ് വരുന്നുണ്ട്. മിനിമം ഒരു 10-12 മെസ്സേജ്. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ ഫേസ്ബുക്കിൽ പോയിട്ട് മെസ്സേജ് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നമ്മൾ കാണാത്ത റിക്വസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ. അപ്പം അത് പോയി നോക്കുക. അപ്പൊ അവര് ഒന്നില്ലേ ഭരതനാട്യത്തിനെ പറ്റി അല്ലെങ്കിൽ ജയമേന്ദ്രനെ പറ്റി. ചിലവർ ഭരതനാട്യം കണ്ടു ഇനി ജയമേന്ദ്രൻ കാണണമെന്ന് പറയുന്നു, ചിലർ ജയമേന്ദ്രൻ കണ്ടു ഭരതനാട്യം കാണണമെന്ന് പറയുന്നു. അപ്പൊ ആക്ച്വലി ഭരതനാട്യം ഫാൻസ് കുറെ പേര് ജയമേന്ദ്രൻ കണ്ടു, ജയമേന്ദ്രൻ ആദ്യം കണ്ടവർ കുറെ പേര് അവർ ഭരതനാട്യം കൂടെ കാണാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആക്ച്വലി ഇത് ഒരു 2 ആഴ്ചക്കുള്ളിലാണ് ഇത് രണ്ടും റിലീസ് ആയത്. അപ്പം രണ്ടിനും ഗുണം ചെയ്തത് ഒരു മ്യൂച്വൽ ഗുണമായിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ജയമഹേന്ദ്ര ഞാൻ 2 ഭാഗം കണ്ടു. എനിക്ക് തോന്നുന്നു ഇനിയാണ് ഗ്രിപ്പ് അടിക്കുന്നതല്ലേ. മൂന്നാമത്തെ തൊട്ട് 2.5 എപ്പിസോഡ്സ് ഒക്കെ കുറച്ച് ലൈറ്റ് മൂഡിൽ പോകുന്ന ഇതാണ്. അത് നമ്മളെ എസ്റ്റാബ്ലിഷ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെയാണ് മഹേന്ദ്രന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ജോലിപരമായി. അത് എന്താണ്, അതിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഇയാൾ തിരിച്ചു വരുന്നത്, സർവൈവ് ചെയ്യുന്നതൊക്കെയുള്ളതാണ് ബാക്കി എപ്പിസോഡ്സ് പറയുന്നത്. ശരിക്കും ആനന്ദ് ശ്രീബാലയിലേക്ക് വരുന്നതിന് മുമ്പ് കാണുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഓർക്കുന്ന 2 ഡയലോഗുകളിലൊന്ന് കുളത്തിലേക്ക് ക്യാമറ ചാടട്ടെ എന്ന് പറയുന്ന പ്രശസ്തമായ ഡയലോഗ്. പക്ഷേ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അത് ഞങ്ങളുടെ സ്ലോഗൻസിൽ ഒന്നാണ്. ഇപ്പൊ മുകേഷ് ചേട്ടന്റെ കമ്പിളിപ്പൊതു പോലെയൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയ ഒരു സാധനമാണ് ഈ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്ന പ്രയോഗം. അത് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമായിട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചില സിറ്റുവേഷൻസിനെ അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത് നമുക്കറിയാവുന്ന സിറ്റുവേഷനെ നമ്മൾ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഡയലോഗായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നത് ഇപ്പം മമ്മൂക്കയോടൊപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്, സുരേഷ് ചേട്ടൻ്റെ ഒപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ചിന്താവിഷയ ശ്യാമള നൽകിയ ഒരു ഹൈപ്പില്ലേ, അതിപ്പോഴും ഈ മുഖത്തെ ശ്യാമളയായിട്ടല്ലേ പലരും കാണുന്നത്. എന്നെ പലരും ശ്യാമളെന്ന് വിളിക്കും, ഞാനും തിരിഞ്ഞു നോക്കും. അത്രയ്ക്കും എനിക്കത് കണക്ട് ആയതാണ്. ഒരു കരിയറിൽ കുറേ പടങ്ങൾ ഇങ്ങനെ തുടരെ വന്നല്ലോ. തമിഴിൽ അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു, പക്ഷെ മലയാളത്തിലേക്ക് തിരിച്ചു വന്ന് ചാവേറിൽ വരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രൊജക്ട് ടിനു പറയുന്ന സമയത്ത് എന്താ അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തത്? ഞാൻ ആദ്യം ടിനുവിനോട് ചോദിച്ചത് വൈ മീ, അതാണ് ചോദിച്ചത്. അപ്പോൾ ടിനു പറഞ്ഞു കുഞ്ചാക്കോ ബോബൻ റെഫർ ചെയ്തു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ചേച്ചീനോട് ചോദിക്കണമെന്ന്. ഇത് ഭയങ്കര ഒരു ഡെപ്ത് ഉള്ളതാണ്, പക്ഷെ അധികം ഉണ്ടാവില്ല, എന്നാൽ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ ചേച്ചി ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കമ്പൽ ചെയ്യുന്നില്ല, ചേച്ചി ആലോചിച്ച് പറയൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ടീനുവിൻ്റെ ഒരു മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അജഗജാന്ത്രം അത് ഭയങ്കര മേക്കിംഗ് ഇല്ലേ. സോ അങ്ങനത്തെ ഒരു മേക്കറിൻ്റെ കൂടെ ചെറിയ റോളായാലും വർക്ക് ചെയ്യാൻ എനിക്ക് പെട്ടെന്നൊരു അട്രാക്റ്റ് ആയി. അപ്പോൾ ടീനുവിനോട് സംസാരിച്ചതും ടീനുവിൻ്റെ അപ്രോച്ചും ആൻഡ് ഹിസ് വേ ഓഫ് മേക്കിംഗ്, അപ്പോൾ അങ്ങനത്തെ ഒരു അട്രാക്ഷൻ ആയിരുന്നു. അതിലൊരു പുതിയ കാലത്തെ സംവിധായകനെ കൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ ലെജൻസിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടിനുവിൻ്റെ അപ്രോച്ചും ഇല്ലെങ്കിൽ ടിനുവിൻ്റെ സിനിമകളാണെന്ന സമയത്ത് ആ മേക്കിംഗ് സ്റ്റൈലും ഒക്കെ അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ ഒരു പുതുമ ഉണ്ടായിരുന്നില്ലേ? അതെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ വർക്ക് ചെയ്ത പഴയ ആ സ്റ്റൈലും ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ടീനു ഡിഫറെൻ്റ് ആണോ, സിസ്റ്റം ഡിഫറെൻ്റ് ആയോ ഒന്നും എനിക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ്, ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് ഫ്രം ദാറ്റ്. എല്ലാവരും ചോദിക്കും ദളപതി വിജയെ കുറിച്ച്. വിജയെ കുറിച്ചൊരു കമന്റും കൂടെ പറഞ്ഞിട്ട് എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിജയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അധികം ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നിട്ടില്ല. ബട്ട് എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. വിജയൻ്റെ ഫാനാണ് ഞാൻ. സോ എനിക്കിഷ്ടം വിജയ് ആക്ട് ചെയ്യണം, വിജയന്റെ പടങ്ങൾ കാണണം, ആഗ്രഹമുണ്ട്. അതിനപ്പുറത്തേക്ക് ആ മനുഷ്യൻ സൈക്കിളൊക്കെ എടുത്ത് പോകുന്ന വിഷ്വൽസ് ഒക്കെ ഞങ്ങൾ ഇവിടെ കാണുന്ന സമയത്ത് അയ്യോ ഇങ്ങനെ പോകുന്ന ഒരാളാണെന്ന് നമ്മൾ തോന്നില്ലേ? ഇവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നമ്മൾ വിജയുടെ പടം വന്നു കഴിഞ്ഞാൽ നമ്മൾ 4 മണിക്കായാലും പുലർച്ചെ പോയി കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്തൊക്കെ വിജയെ കുറിച്ചുള്ളൊരു അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൂടെ വിലയിരുത്തുമ്പോൾ എന്താ അഭിപ്രായം പറയാം? അല്ല, നമുക്ക് അത്ര ഒരു ഹൈറ്റിലുള്ള ഒരാൾ നമ്മളുടെ ഈക്വലായിട്ട് ഒരു സിമ്പിളായിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ
ഇവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്തില്ലേ, അതിന്റെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. ഹായ് അപർണ. ഹലോ. തമിഴിൽ പോയിട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. ദാദയിലുണ്ട്, വിജയുടെ കാര്യം പറഞ്ഞപ്പോൾ ദാദയിലുണ്ട്, പിന്നെ ബീസ്റ്റിലുണ്ടായിരുന്നു. ഇവിടെ സീക്രട്ട് ഹോമിലാണ് ഞാൻ അവസരം കണ്ടത്. പക്ഷെ സീക്രട്ട് എന്ന് പറഞ്ഞ വേറൊരു പടത്തിലുണ്ടല്ലേ, എസ്.എൻ. സ്വാമി സാർ ഡയറക്ട് ചെയ്ത ഫിലിം അതിനകത്തുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല, ആ പടം കണ്ടില്ല. അത് ആക്ച്വലി തിയേറ്ററിക്കലി അങ്ങനെ വർക്ക് ആയില്ല. പക്ഷെ ലെജൻഡ് എസ്.എൻ. സ്വാമി സാറോടെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് അങ്ങനെ കുറച്ച് സാർ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുമ്പോൾ സാറിന്റെ ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം. അങ്ങനെ നമ്മൾ ഇപ്പൊ വിജയ് സാറ് കാര്യം പറഞ്ഞപ്പോഴും സാർ സിനിമ നിർത്താൻ പോവാന്ന് കേട്ടു. അത് എത്രത്തോളം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ നിർത്തുകയാണെങ്കിൽ തന്നെ, അത് സമ്മതിക്കില്ല ആൾക്കാര്. പക്ഷെ അങ്ങനെ നിർത്തുകയാണെങ്കിൽ തന്നെ നിർത്തുന്നതിന് മുമ്പ് സാറോട് ഒരു ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ദാദയിലും ബീസ്റ്റിലും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഈ സീക്രട്ട് ഹോം എന്ന് പറയുന്ന പടം കാണുന്ന സമയത്ത് അതിന്റെ ഒരു കഥയൊക്കെ നിങ്ങളൊരു അന്വേഷണം പോലെയാണ് അതിനകത്ത്. അതിന്റെ കഥയിൽ പാർവതി ചേച്ചിയൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഉണ്ട്, അതിന്റെ കോർ എലമെന്റ് അതായിരുന്നു. അത്തരം ഒരു കഥയൊക്കെ ചില ധൈര്യങ്ങൾ വേണം കുറച്ചുകൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോ, ആ കഥ കേട്ടപ്പോ ആ ഒരു പോയിന്റ് കൂടെ കുറച്ച് സ്ട്രൈക്കിംഗ് ആയി തോന്നിയിരുന്നു. എന്താണ് അതിനകത്ത്? പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ ബേസിക്കലി. ഭയങ്കര നല്ലത് മാത്രമല്ല, മോശവും നടക്കുന്നുണ്ട്. അപ്പം സിനിമ എന്ന് പറയുന്നത് നല്ലത് മാത്രം കാണിക്കുന്ന ഒരു മീഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർട്ടിസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ നല്ലത് മാത്രം കാണിക്കണം എന്നല്ല, രണ്ടും റിഫ്ലക്ട് ചെയ്യാം. നമ്മൾ ഓരോ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. എൻ്റെതായ കുറച്ചൊരു കംഫർട്ടബിൾ സോൺ ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റുന്ന എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം എന്നാണ്. അപ്പൊ അതിൽ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. അതെ. മാളവിക, എനിക്ക് തോന്നുന്നു പ്രകാശൻ പറക്കട്ടയിലുണ്ടായിരുന്നു. പറക്കട്ടെ എന്നായിരുന്നു. അതെ, നമ്മുടെ ദിലീഷ് ചേട്ടനൊക്കെ ഉള്ള പടം. അതേപോലെ ജോ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയുണ്ട്, ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ വിക്കി നോക്കിയ സമയത്ത് കണ്ടായിരുന്നു. വിശേഷം പറയൂ, സിനിമ വിശേഷങ്ങൾ പറയൂ. ആനന്ദ് ശ്രീബാല പിന്നെ പറയാം, അത് കഴിഞ്ഞിട്ട്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന മൂവിയാണ് പ്രകാശം പറക്കട്ടെ. അത് ഞാൻ 11th ഒക്കെ പഠിക്കുമ്പോൾ ആ ഒരു ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 year ഒക്കെ കഴിഞ്ഞിട്ടാണ് ജോ ചെയ്തത്. പ്രകാശം പറക്കട്ടെ വർക്കായി, പക്ഷെ എൻ്റെ റോൾ അധികം വർക്കായിട്ടില്ല. പക്ഷെ ജോ നല്ല എന്നെ ആൾക്കാർ ആ ഒരു ഇതിലാണ് അറിയപ്പെട്ടത്. അതെ, ഇപ്പോഴും തിയേറ്ററായിട്ട് കേരളത്തിൽ അധികം അത് ഇതായില്ല. പക്ഷെ OTT വന്നപ്പം എല്ലാവരും കണ്ടു. പിന്നെ അത് സോങ്സ് നല്ല റീച്ചായി. അപ്പോൾ ഇപ്പോഴും നാട്ടിലാണെങ്കിലും ചിലവർ എന്നെ വന്നിട്ട്, ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ ലൈക്ക് വന്നിട്ട് തമിഴല്ലേന്ന് ചോദിക്കും. സോ ജോന്റെ പേരിലാണ് ഇപ്പം ഞാൻ അറിയുന്നത്. സോ ഞാൻ ഹാപ്പിയാണ്. പിന്നെ അതാ നെക്സ്റ്റ് ആനന്ദ് ശ്രീബാല. ടോട്ടലി. ഇതിലെന്താണ് ആനന്ദ് ശ്രീബാലയില്? മാളവികയുടെ ക്യാരക്ടർ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ല. ബാക്കി എല്ലാവരുടെ ക്യാരക്ടറും പറയാം. അതെ, ആ ഒരു ക്ലൂ, അത്രയും ക്ലൂ നമുക്ക് തരാൻ പറ്റും. അത് ശരിയാ. ഈ ഫിലിം പ്രൊമോഷൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമകൾക്കൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അതെ.